ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസം എനിക്ക് ചക്കപ്പഴം കിട്ടി. അപ്പം തന്നെ തീരുമാനിച്ചു കുമ്പിളപ്പം ഉണ്ടാക്കണമെന്ന്. കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നെ എന്തോരം കഴിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോഴേ ആദ്യം തന്നെ ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കുറച്ച് തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് വെച്ചു. കൂട്ടത്തിൽ ചിരകിയ തേങ്ങയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ടേ. ഇനി ഒരു വലിയ ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത ചക്കപ്പഴമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ചക്കപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. ചക്കപ്പഴം വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച് നമ്മുടെ ശർക്കര നമുക്കൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കണേ. കൂട്ടത്തിൽ കുറച്ച് ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായതൊക്കെ. ഏലക്ക ചേർക്കുമ്പോൾ ഉള്ള മണമൊക്കെ ഒന്നും പറയണ്ടല്ലോ. ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും ഒക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഗോതമ്പ് പൊടി കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഗോതമ്പ് പൊടി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ശരിയാവാതെ വന്നപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട വന്നേ. പിന്നെ കുമ്പിളപ്പത്തിൻ്റെ കാര്യം പറയുമ്പം കുമ്പിളയില നിർബന്ധമാണല്ലോ. പക്ഷേ എനിക്കിവിടെ കുമ്പിളയില കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വാഴയില വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുമ്പിളയിലയുടെ കുറവ് ഇതിൻ്റെ രുചിയിൽ എന്തായാലും കാണും. അപ്പോൾ എന്തായാലും ഇത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ ഇഡ്ഡലിത്തട്ടിൽ അങ്ങ് ആവി കയറ്റിയെടുത്തു കേട്ടോ. എന്താ മണം എന്നറിയാമോ തുറക്കുമ്പം. ഇനി കട്ടൻ കാപ്പിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളുടെ അമ്മമാർ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.